പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങൾക്കായി ഒരു സദ്വാർത്തയുമായിട്ടാണ് വന്നിട്ടുള്ളത്. 2025 ജനുവരി 1 മുതൽ 365 തലക്കെട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വർഷം മുഴുവൻ പ്രാർത്ഥിച്ച് ധ്യാനിക്കാനുള്ള വചനങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ ഒരു തലക്കെട്ടും അതുമായി ബന്ധപ്പെട്ട വചനങ്ങളും അയച്ചു തരുന്നതായിരിക്കും. വചനങ്ങൾ കേട്ട് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുക. നന്ദി. ദിവസം 36 സത്യവേദ പുസ്തകം. ആവർത്തന പുസ്തകം 8 വചനം 3. അവിടുന്ന് നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. യോബ് 23 വചനം 12. ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 19 വചനം 10. അവ പൊന്നിനേക്കാളും ശുദ്ധി ചെയ്ത തങ്കത്തേക്കാളും വിലയേറിയവ. അവ തേനിലും തേൻ കട്ടയിലും മാധുര്യമേറിയവ. സങ്കീർത്തനങ്ങൾ 119 വചനം 89. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. യെശയ്യാവ് 55 10-11 വചനങ്ങൾ. മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം ആയിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. യിരെമ്യാവ് 23 വചനം 29. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മത്തായി 5 വചനം 18. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. മത്തായി 24 വചനം 35. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എഫേസ്യർ 6 വചനം 17. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും എടുത്തുകൊള്ളുവിൻ. 2 തിമോത്തിയോസ് 3 വചനം 16. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് പ്രയോജനമുള്ളതാകുന്നു. ആമേൻ.